ഹലോ, ഗുഡ് മോർണിംഗ്. അത്ര വലിയ ഗുഡ് മോർണിംഗ് ഒന്നും അല്ല. എന്തായാലും യൂട്യൂബിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം ഇങ്ങനെ കിടക്കൊക്കെ കുടഞ്ഞു വിരിക്കാറുണ്ട്. അങ്ങനെ എണീറ്റ പാടെ എല്ലാം കുടഞ്ഞു വിരിച്ച് റെഡിയാക്കി മുഖമൊക്കെ ഒന്ന് കഴുകി നമുക്കൊന്ന് റെഡിയാവാം. എങ്ങോട്ടേക്കും പോകാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. മുഖം കഴുകിയിട്ടും കണ്ണും കൂടെ ഓക്കെ ആവണില്ല. അതും പോരാത്തതിന് ജലദോഷം. ഇടയ്ക്കിടയ്ക്ക് അന്യായ ചുമയും വരുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ചുമ നീണ്ടു നിന്നാൽ പിന്നെ ആശുപത്രി പോകണമെന്നാണല്ലോ. ആ ഒരാഴ്ച ആവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് ഐസിൻ്റെ സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. ബാക്കി വാതിൽ തുറന്ന് വന്നപ്പോൾ ബെക്കാപ്പിനെ കാണുന്നുണ്ട്. ഓക്കെ, ബെക്കാപ്പിക്ക് ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ്. ഞാൻ എപ്പോഴാണ് എണീക്കുന്നത്, എപ്പോഴാണ് അവനും എണീക്കുക? പാവം. നേരെ വന്നു, കുറച്ച് വെള്ളം കുടിച്ചു. കറിവേപ്പിലയൊക്കെ ഇട്ട് അമ്മ തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളമാണ്. ചെറിയൊരു ചൂടുണ്ടായിരുന്നു, പക്ഷെ തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ആ വെള്ളം കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസവും സമാധാനം കിട്ടി. ശരിക്കും പറഞ്ഞാൽ വായ പൊള്ളാനുള്ള ചൂടുണ്ടായിരുന്നു, പക്ഷെ പൊള്ളലല്ല തോന്നിയത്, എന്തോ ഒരു ആശ്വാസമാണ് തോന്നിയത്. അതുകൊണ്ട് കുറച്ചും കൂടി കുടിച്ചു. 2-3 ദിവസമായി വിചാരിക്കുന്നു ഒന്ന് ആവി പിടിക്കണമെന്ന്. അങ്ങനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുളസി ഇലയും പിന്നെ കുറച്ച് ആര്യവേപ്പിലയും പറിക്കാനായിട്ട് പോവാണ്. പണ്ട് കുഞ്ഞാങ്കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പനി വരാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ടെസ്റ്റ് പേപ്പറൊക്കെ ഉള്ള ദിവസങ്ങളിൽ. ഇപ്പോഴൊക്കെ പനി വരുമ്പോൾ പെട്ടെന്ന് മാറണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പിന്നെ പൊതുവെ എനിക്ക് ആശുപത്രിയിൽ പോകാൻ അങ്ങനെ ഇഷ്ടമല്ല. ഉച്ചയാവണേക്കാളും നല്ല ചൂടും വെയിലുമാണ് പുറത്ത്. അങ്ങനെ ആര്യവേപ്പിലയും കറിവേപ്പിലയും തുളസി ഇലയൊക്കെ പറിച്ചു. ഇനി നമുക്ക് ആവി പിടിക്കാനുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കാം. മിശ്രിതം പറയാൻ പറ്റില്ല. ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ആ പാനല്ല, നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാൻ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ സാധനമൊക്കെ പിച്ചി പറിച്ച് അതിനകത്തേക്ക് ഇടുക. ഉറക്കവും വരുന്നുണ്ട്, ചുമയുണ്ട്, എന്തൊക്കെയാണ് ഇല്ലാത്ത ബുദ്ധിമുട്ടെന്നറിയില്ല. നമുക്ക് കഴിയുമ്പോൾ റോക്കറ്റ് വന്ന് കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ആവി പിടിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ആവി പിടിക്കാം. അങ്ങനെ കുറച്ചധികം നേരം എഴുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം ഇച്ചിരി ഓക്കെ, കഫമൊക്കെ ഒന്ന് ഇളകി. കുഞ്ഞാങ്കാലത്തെന്ന് പറഞ്ഞാൽ പനിയും ജലദോഷമല്ല, കൈയൊന്ന് പോറിയാൽ പോലും വീട്ടിൽ ആരെയും കിടത്തി ഉറക്കില്ലാത്തൊരു പ്രകൃതമായിരുന്നു എൻ്റെ. ഇപ്പം അതെല്ലാം മാറി. എത്ര പെട്ടെന്നാണ് നമ്മളിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കണേ അല്ലേ. പക്ഷെ കുഞ്ഞിക്കാലാണ് ഏറ്റവും നല്ല കാലം. ഒന്നും അറിയണ്ട, EMI അടയ്ക്കേണ്ട, ലോൺ അടയ്ക്കേണ്ട, അങ്ങനത്തെ സംഭവം പറയും പോലെയൊക്കെ തന്നെ. ഓക്കെ, ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിശപ്പിനുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ചോറ് സംഭവങ്ങളൊക്കെ കഴിക്കാം. അതിന് മുമ്പ് നമുക്ക് TV വെക്കണം, ഏതെങ്കിലും നല്ല സിനിമ ഉണ്ടോ നോക്കണം. അങ്ങനെ സിനിമ വെച്ചപ്പോൾ പരസ്യമാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ നമ്മുടെ ചോറെടുത്തു. മീൻ വറുത്തതും അച്ചാറും എന്തൊക്കെയോ 1-2 കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ TV ഓഫ് ചെയ്തു, കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനത്തെ കാർട്ടൂണൊക്കെ കാണാറുണ്ട്, നമ്മുടെ കുക്കു TVയിലൊക്കെ വന്ന പോലെ. അങ്ങനെ ഉച്ചത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എനിക്ക് വൈകുന്നേരത്തെ കാര്യങ്ങളിലേക്ക് കടക്കാൻ. നമുക്ക് ഈ നട്ട് വെച്ചതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടോയെന്ന് അറിയാം. വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെ വരുമായിരിക്കും. നമ്മൾക്കിനി കുറച്ച് പണികളുണ്ട്. നമുക്ക് ഈ വലയൊക്കെ തട്ടി വൃത്തിയാക്കണം. പിന്നെ നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, നല്ല മണമുണ്ട്. ഇത് ഇന്നലെ ഒരു കൊച്ചു വീട്ടിലെ സാധനങ്ങളായിട്ട് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നാണ് അപ്പം മേടിച്ചാണ് കേട്ടോ. അതായത് നാളെയാണ് നമ്മുടെ സെബ്യൂർ പള്ളിയിൽ നിന്ന് അമ്പ് കൊണ്ടുവരുന്ന ദിവസം. അപ്പം നമ്മുടെ അമ്പൊക്കെ വീട്ടിൽ കയറ്റാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അമ്മയാണ് ഇത് ചെയ്യാറ്, ചിലപ്പോൾ ഞാനാണിത് ചെയ്യാറ്. അമ്പ് കയറ്റാൻ വേണ്ടി നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഇടണം, എല്ലാ പരിസരവും വൃത്തിയാക്കണം. നമ്മൾ വീടൊക്കെ കഴുകി റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്കുവാണ് നാളത്തേക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നിട്ട് 5 വർഷമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഇങ്ങനെ അമ്പ് വരാറുണ്ട്. നമ്മുടെ പ്രദക്ഷിണവും പെരുന്നാളും അതുപോലെ തന്നെ നാടും അങ്ങനെ നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് അമ്പ എഴുന്നള്ളിക്കുമ്പോൾ തന്നെ നമുക്ക് വെടിവഴിപാടും കൂടി ചെയ്യാനായിട്ട് പറ്റും. വഴിപാടിന് നമ്മൾ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടായി. പ്രധാന പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്. അമ്പ് തന്നെ സമയമായപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. വഴിപാടിന് നമ്മൾ നേരത്തെ പൈസ കൊടുത്ത് റെഡിയാക്കിയായിരുന്നു. അമ്പ് കേട്ടിട്ട് ഞാൻ ഇവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. എന്തൊരവസ്ഥയാണല്ലേ. ഞാൻ ഒറ്റ ഒരുത്തി കാരണമാണത് പറ്റിപ്പോയത്. ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. പെരുന്നാളിനും പോകാൻ പറ്റിയില്ല. പെരുന്നാളിനും നാടകം കാണാനൊക്കെ പിന്നെ അമ്മയാണ് പോയത്. അമ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി ഇടുന്നത്. അങ്ങനെ ഇതെല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ട് നമുക്കിനി ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് തന്നെ വെക്കണമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ച് കൃത്യമാക്കിയിട്ടു. എല്ലാം നല്ല ഭംഗിയാക്കി അങ്ങോട്ട് ഇട്ടു. പക്ഷെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പറ്റിപ്പോയി. എല്ലാവരും കൂടി ക്ഷമിക്കുക. ഇനി നമുക്ക് കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. കാപ്പി വെയിറ്റിംഗ് ആണ്, കാപ്പിയുടെ ഒപ്പമുള്ള പാപ്പങ്ങൾ കഴിക്കാനായിട്ട്. നമ്മൾ ചൂട് പിടിച്ചാണ്, ഇത് കുറച്ചും കൂടി ബാക്കിയിരിക്കുന്നുണ്ട്, ഒന്നുകൂടി ചൂട് പിടിക്കണം. ബെക്കാപ്പിയും ചുക്ക് കാപ്പി നല്ലൊരു പ്രാസം. നമുക്ക് കുറച്ച് ചായ വയ്ക്കാനുള്ള കാപ്പി വയ്ക്കാനുള്ള വെള്ളം റെഡിയാക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ചുക്ക് വേണം, എല്ലാം ചതച്ച് അങ്ങനെ ഓരോരോ പണികൾ ചെയ്യണം. ഇതാണ് കാപ്പി ഉണ്ടാക്കിയാൽ മതി. ഈ പാക്കറ്റ് പൊട്ടിച്ചതിലേക്ക് ഇട്ടാൽ മതി, വെള്ളം തിളപ്പിച്ചിട്ട്. അമ്മയ്ക്കും എനിക്ക് വേണ്ടിയിട്ടാണ് കാപ്പി ഉണ്ടാക്കണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഭിമുഖം വിളിച്ചു. അപ്പോൾ അഭിമുഖമായിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കാറുള്ളത്. നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നു, കാപ്പിയൊക്കെ തിളച്ച് വന്നു, നമുക്ക് കാപ്പി കുടിക്കാം. അങ്ങനെ കാപ്പി കപ്പിലേക്കൊക്കെ ഒഴിച്ചു. അതിനകത്ത് തന്നെ ഓൾറെഡി ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു മധുരമുണ്ട്. പിന്നെ നാസിലെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാപ്പി റെഡിയാക്കി വെച്ചപ്പോൾ അമ്മേനെ കാണാനില്ല. പിന്നെ കുറച്ച് പാപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാപ്പങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിനും നമ്മൾ ഓരോന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യണമല്ലോ. പക്ഷേ ഞാൻ ഒരെണ്ണം വെച്ചല്ല 2എണ്ണം 3എണ്ണം ഒക്കെ വെച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. എൻ്റെ ഈ പാപ്പത്തീറ്റയെ കുറിച്ച് ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് അവരെന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അവരോട് ഇങ്ങനെ ആട്ടിയേറ്റ് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന അടുത്ത ഈ സാധനം എന്നൊക്കെ പറയുകയാണ് അവരുടെ അടുത്ത്. ഇത് ഞങ്ങൾ ദിൽഖുഷ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പണ്ടോ കുറേ കഴിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ ഫില്ലിംഗ് ഉള്ള ഭാഗം മാത്രമേ കഴിക്കുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കഴിക്കില്ല. കുറച്ചാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വീണും പോയി. എന്തെങ്കിലും ആവട്ടെ, കുടിക്കാനുള്ളതല്ലേ, കുറച്ച് നേരം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ കാപ്പിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവന് ബണ്ണും ബ്രെഡും ഒക്കെ ഇഷ്ടമാണല്ലോ. കാപ്പിയുടെ ചെറു ചൂടും ഒക്കെ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടി. നമ്മൾ ചൂടുവെള്ളം കുടിച്ചില്ലേ, അതുപോലത്തെ ഒരു സന്തോഷമാണ് കിട്ടിയത്. ഇനി നമുക്ക് കുഴലപ്പം കഴിക്കാം. കുഴലപ്പം, അച്ചപ്പം, അരിപ്പൊടിത്തിട്ട, ഇങ്ങനത്തെ കുറേ പാപ്പങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് പാപ്പങ്ങളാണ്. അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ബെക്കാപ്പിക്കുള്ള സ്നാക്സ് കൊടുക്കാം. അങ്ങനെ ബെക്കാപ്പിക്കുള്ള സ്നാക്സൊക്കെ കൊടുത്തു. അവൻ ഹാപ്പിയായി. പിന്നെ അമ്മ വന്നു, ഞങ്ങൾ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.